വെടിക്കെട്ടിൻ്റെ പിന്നിലെ രഹസ്യം. കെമിസ്ട്രിയും ഫിസിക്സും ഒപ്പം കലാബോധവും ചേർന്നാണ് വെടിക്കെട്ടുകളെ ഇങ്ങനെ മായക്കാഴ്ചകളാക്കുന്നത്. തീ പിടിച്ചാൽ പൊട്ടിത്തെറിക്കുന്ന കരിമരുന്നാണ് ഇതിനുപയോഗിക്കുന്നത്. ബ്ലാക്ക് പൗഡർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പടക്കങ്ങളിലുള്ള കുഞ്ഞ് കരിമരുന്നുണ്ടകൾ ആകാശത്ത് പല നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള കാഴ്ചകൾ വിരിയിക്കും. ഇവയെ സ്റ്റാർസ് എന്നാണ് വിളിക്കുക. കരിമരുന്നിന് തീ പിടിക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കും. വെടിക്കെട്ടിനെ ഒരു കലാപരിപാടിയാക്കി മാറ്റുന്ന കലാകാരന്മാരെ പൈറോ ടെക്നീഷ്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവർ കരിമരുന്നിനൊപ്പം ലോഹപ്പൊടികളോ രാസവസ്തുക്കളോ ചേർത്ത് സ്റ്റാർസ് ഉണ്ടാക്കും. ഈ സ്റ്റാർസ് എല്ലാം കാർഡ്ബോർഡോ പ്ലാസ്റ്റിക്കോ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഷെല്ലിനുള്ളിൽ നിരത്തും. ഏത് ആകൃതിയിലാണോ ഷെല്ലിൽ സ്റ്റാർസ് നിരത്തുക, അതേ ആകൃതിയിൽ പടക്കം ആകാശത്ത് പോയി പൊട്ടിവിടരും. ഷെല്ലിനുള്ളിൽ തിരി പിടിപ്പിച്ച് കടലാസ് ഉപയോഗിച്ച് പൊതിയും. പടക്കങ്ങളെ ആകാശത്തേക്ക് വിക്ഷേപിക്കാൻ മോട്ടോർ എന്ന ചെറിയ ലോഹക്കുഴലുകളും കരിമരുന്നും ഉപയോഗിക്കുന്നു. മുകളിലേക്ക് ഉയരുന്നതിനൊപ്പം പടക്കത്തിലെ തിരിക്ക് തീ പിടിച്ചിട്ടുണ്ടാകും. ആകാശത്തെത്തുമ്പോൾ അവ പൊട്ടുകയും ചെയ്യും. കരിമരുന്നിന് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന ചൂടേറ്റ് സ്റ്റാർസിലെ രാസവസ്തുക്കളും ലോഹത്തരികളുമൊക്കെ വിവിധ നിറങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ചെമ്പാണ് ചേർത്തതെങ്കിൽ നീല നിറത്തിലുള്ള വെടിക്കെട്ട് കാണാം. വെടിക്കെട്ട് വിജയകരമാക്കാൻ അതിൽ ചേർക്കുന്ന ഘടകങ്ങളുടെ അനുപാതം കൃത്യമായിരിക്കണം. അങ്ങനെയാണ് വെടിക്കെട്ട് നമുക്ക് ആസ്വാദകരമാകുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വെടിക്കെട്ട് കാണാൻ പോകുന്ന നമ്മൾ സുരക്ഷിതമായ സ്ഥലത്തിരുന്നേ വെടിക്കെട്ട് കാണാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വെടിക്കെട്ട് തീരുന്നതായിരിക്കും.